ഫസ്റ്റ് ടൈം മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ിലെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്നോ നീണ്ട അനലൈസിന് ശേഷം ഒരു ഉത്തരം കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പെർഫോമർ ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ 4 സിനിമകളായിരുന്നു കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിയത്. അഡിയോസ് അമിഗോസ്, തലവൻ, കിഷ്കിന്ധകാന്തം, ലെവൽ ക്രോസ്. ഇങ്ങനെ 4 സിനിമകളായിരുന്നു ആസിഫ് അലിയുടെ പുറത്തിറങ്ങിയത്. അഡിയോസ് അമിഗോയിൽ ആസിഫ് അലി പ്രിൻസായി ആയിരുന്നു എത്തിയത്. മദ്യപാനിയും നന്മയുമുള്ള കഥാപാത്രമായിരുന്നു ഇത്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു പ്രിൻസ്. ഞാനിങ്ങനെയൊന്നുമല്ലായിരുന്നു, ഇതിനേക്കാളൊക്കെ അടിപൊളിയായിരുന്നു. എന്ത് പറയാനാണ് ബോസ്, ലൈഫ് എന്റെ കയ്യിൽ നിന്ന് പോയി. തലവനിലെ എസ് ഐ കാർത്തിക്കായുള്ള ആസിഫ് അലിയുടെ പ്രകടനം കയ്യടി അറിയിക്കുന്ന ഒന്നായിരുന്നു. ഇത് 5ാമത്തെ സർ. അഭിയോഗങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായ ഒരു തീർപ്പുണ്ട്. ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴില് ആദ്യം ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങി. ഇട്ടിച്ച് ഞാൻ പിഴിയും കഴിവറി. സത്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു കിഷ്കിന്ധകാന്തത്തിലെ അജയ് ചന്ദ്രൻ. ഒപ്പം അച്ഛനോടുള്ള സ്നേഹവും ആസിഫ് അലി ഗംഭീരമായി ചിത്രത്തിൽ അവതരിപ്പിച്ചു. ലെവൽ ക്രോസിലെ രഘു ആസിഫ് അലി ചെയ്ത ഒരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു. ചിത്രത്തിൽ ഈ കഥാപാത്രം പാവമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ചിത്രത്തിന്റെ അവസാനത്തോടെ ഈ കഥാപാത്രം മാറി വില്ലനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആസിഫ് അലിയുടെ ആദ്യ സിനിമ ജനുവരി 9-ന് തിയേറ്ററുകളിൽ എത്തുകയാണ് രേഖാചിത്രം. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു.